മടത്തോട്ട് മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. കമല ആകപ്പാടെ സമനില തെറ്റിയ അവസ്ഥയാണ്. കമലയാണെങ്കിൽ ചോദിക്കുകയാണ്, ഒരു തെറ്റ് ചെയ്ത 2 പേർക്ക് 2 ശിക്ഷയോ? ഒരാൾ കോടതി ജാമ്യം അനുവദിച്ച് മറ്റേയാളെ ജയിലിട്ടേക്കുന്നത്, ഇതെന്ത് നിയമം എന്ന് പറയാണ്. അപ്പം മനു പറയാണ്, അത് കോടതി നോക്കുന്നത് ചെയ്ത കുറ്റത്തിൻ്റെ കാഠിന്യം അനുസരിച്ചാണ് ഓരോരുത്തർക്കും ശിക്ഷ കൊടുക്കുന്നത്. ഓ പിന്നെ അതൊന്നുമല്ല കാര്യം, അവളുടെ മിടുക്ക. ആരുടെ മിടുക്കെന്ന് മനു ചോദിക്കണം. ആ അലീനയുടെ. അവളുടെ മിടുക്ക. അവളാണെങ്കിൽ ആ ശരണ്യയുടെ വീട്ടിൽ കയറി ഇറങ്ങി അവസാനം രോഹിത്തിനെ രക്ഷപ്പെടുത്തി. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൾ രോഹിത്തിനെ രക്ഷപ്പെടുത്തുമെന്ന്. എന്നാൽ കൂട്ടത്തിൽ ഹരിയും കൂടെ രക്ഷപ്പെടുത്താൻ അവൾക്ക് എന്തെങ്കിലും ഒരു മനസ്സുണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മനു പറയാണ്, അമ്മ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ശരണ്യ വ്യക്തമായിട്ട് കോടതിയിൽ പറഞ്ഞായിരുന്നു രോഹിത്ത് അവളെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ലെന്ന്. ഹരി അങ്ങനെയല്ല. ഇത്രയും നാൾ ആ പെൺകുട്ടിയുടെ കാമുകനാണെന്നും പറഞ്ഞ് അഭിനയിച്ച് നടന്നവനല്ലേ. അപ്പം ആ കുട്ടി തിരിച്ചറിയാതിരിക്കുമോ? അവൾ ആ പെണ്ണിനെ ദുരുപയോഗം ചെയ്തെന്ന് ആ പെണ്ണ് കോടതിയിൽ വ്യക്തമായി പറഞ്ഞ്. അതുകൊണ്ടാണ് അവന് വീണ്ടും ശിക്ഷയുടെ കാലാവധി നീട്ടിയത്. മാത്രമല്ല, അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ജീവഹാനി വരെ ഉണ്ടാകുമെന്നാണ് കോടതി നിരീക്ഷണം എന്ന് പറയാണ്. അപ്പം കമല പറയാണ്, അപ്പം രോഹിത് പുറത്തിറങ്ങിയതോ? അപ്പോൾ മനു പറയാണ്, അതിന് രോഹിത്ത് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ലെന്നും കുട്ടി വ്യക്തമായിട്ട് പറഞ്ഞ്. പിന്നെ തന്നെ ഉപദ്രവിക്കാത്ത ഒരാളെ എന്തിനെ ദ്രോഹിക്കണമെന്ന് അതിന് തോന്നിക്കാണും എന്ന് പറയാണ്. അപ്പം കമല വീണ്ടും പറയാണ്, നിനക്കൊക്കെ അങ്ങനെ പറയാം, പക്ഷേ ഇതൊന്നും അല്ല കാരണം. ആ അലീനയാണെങ്കിൽ കയറി ഇറങ്ങി നടന്നതിൻ്റെ ഗുണമാണെന്ന്. ആ ബാലേന്ദ്രൻ ചുമ്മാ ഒന്നും അല്ല ആ പെണ്ണിനെ അങ്ങോട്ട് അയച്ചത്. എന്തെങ്കിലും കാണാതെ ബാലേന്ദ്രൻ ആ പെണ്ണിനെ ആ കോളനിയിലോട്ട് അയക്കത്തില്ല. അവളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമെന്ന് വരെ പറഞ്ഞിട്ടും ആ പെൺകുട്ടിയെ കാണാൻ അവൾ പോയത് വെറുതെ ഒന്നും അല്ല എന്ന് കമല പറയുകയാണ്. എന്തായാലും എൻ്റെ മോൻ ജയിലിനുള്ളിലായല്ലോ, എല്ലാവർക്കും സന്തോഷമായി. രോഹിത്ത് എന്തായാലും രക്ഷപ്പെട്ടു. ഇപ്പോൾ മനു പറയണം, അമ്മയ്ക്ക് അതാണ് സങ്കടം, രോഹിത്ത് രക്ഷപ്പെട്ടു, രോഹിത്തിനെ കോടതി വെറുതെ വിട്ടു, അതാണ് അമ്മയുടെ സങ്കടം എന്ന് പറയുന്നത്. അപ്പോൾ കമലയ്ക്ക് ആപ്പക്കപ്പാടെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം നെടുമ്പുരയ്ക്കിൽ നിന്നും ബാലചന്ദ്രൻ നമ്മുടെ രോഹിത്തിനെ വിളിക്കാൻ വേണ്ടി ജില്ലാ ജയിലിലേക്ക് പോകാൻ. അപ്പോഴത്തേക്കാണെങ്കിൽ ബബിത രാവിലെ വൈജ പറഞ്ഞ പ്രകാരം ഒരുങ്ങിയാണെങ്കിൽ നേരെ കാറിൻ്റെ അടുത്തോട്ട് വരികയാണ്. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ഇത് എവിടെ പോകുന്നു? ഞാനും വരും രോഹിട്ടനെ കൊണ്ടുവരാൻ. അപ്പം നീ എന്നോട് പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം. എനിക്ക് രാവിലെ ആയപ്പം വരണമെന്ന് തോന്നി വെച്ചാൽ അങ്ങനെ ഞാനങ്ങ് ഒരുങ്ങിയതാന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, ബബിതയും കൂടെ വരട്ടെ അച്ഛാ, അതല്ലേ നല്ലത്, അച്ഛനൊരു കൂട്ടാവുമല്ലോ, അവളും കൂടെ വരട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ അതങ്ങോട്ട് ബബിതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെങ്കിൽ വാ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ബബിതയും കൊണ്ട് നേരെ ജയിലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ജില്ലാ ജയിലിൻ്റെ പുറത്ത് കാത്തിരിക്കുമ്പം രോഹിത്ത് ഇറങ്ങി വരുന്നുണ്ട്. രോഹിത്താണെങ്കിൽ ആകപ്പാട് വിഷമിച്ചാണ് ഇറങ്ങി വരുന്നത്. തലയൊക്കെ കുനിച്ച് ഭയങ്കര വെയ്യാത്ത പോലെയാണ് ഇറങ്ങി വരുന്നത്. രോഹിത്തിനെ കാണുമ്പോൾ ബാലചന്ദ്രനും അതുപോലെ ബബിതയ്ക്കും ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അങ്ങനെ പുറത്താണെങ്കിൽ ഇവർ കാത്തു നിൽക്കുന്നത് രോഹിത്ത് കാണുന്നുണ്ട്. അങ്ങനെ നേരെ അവരുടെ അടുത്തോട്ട് വരികയാണ്. ഒരക്ഷരം ആരോടും മിണ്ടുന്നില്ല രോഹിത്ത്. രോഹിത്ത് ഇങ്ങനെ തല കുനിച്ചിരിക്കുകയാണ്. മോനേന്ന് ബാലേന്ദ്രൻ വിളിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാത്ത മട്ടിൽ രോഹിത്ത് നേരെ കാറിൻ്റെ അടുത്തോട്ട് നടക്കുകയാണ്. അപ്പം പുറകെ ചെന്ന് ബബിതയും വിളിക്കുന്നുണ്ട്, ചേട്ടാ രോഹിയേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത്ത് ബബിതയോട് ഒന്നും മിണ്ടാതെ നേരെ ഡോറ് തുറന്ന് കാറിനുള്ളിലേക്ക് കയറി. അങ്ങനെ അവരെല്ലാവരും കയറി. രോഹിത്താണെങ്കിൽ ഒരക്ഷരം സംസാരിക്കുന്നില്ല. ആര് വിളിച്ചിട്ട് പോലും അവൻ ഒരു വിളി കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. ആ ഒരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ വിഷമിച്ച് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നേക്കുവാണ്. വന്നു കഴിയുമ്പം ഡോറ് തുറന്ന് പുറത്തിറങ്ങുവാണ്. ഇറങ്ങി നേരെ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അലീന വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, രോഹിത് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ദോ ഇറങ്ങി വരുന്ന മോളെ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രോഹിത്ത് പതുക്കെ ഡോറൊക്കെ തുറന്ന് ഇറങ്ങി വരികയാണ്. രോഹിത്ത് ഇങ്ങനെ വീട്ടിലേക്ക് ദയനീയമായി നോക്കുകയാണ്. ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് രോഹിത്ത് വിചാരിച്ചില്ലല്ലോ. അങ്ങനെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് നടക്കാൻ വയ്യ, ഓരോ കാലം എടുത്ത് വെക്കുന്ന വലിയ കഷ്ടപ്പാടില്ല. അവർ നന്നായിട്ട് രോഹിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം അത് കാണുമ്പോഴത്തേക്ക് അലീനയ്ക്ക് സങ്കടം വരുന്നുണ്ട്. അച്ഛാ, രോഹിത്തിന് ഒട്ടും വയ്യാന്ന് തോന്നല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ഇത്രയും നാൾ സുഖവാസത്തിന് പോയതല്ലല്ലോ, അവർ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. അവന് നടക്കാൻ പോലും വയ്യാത്തതിൻ്റെ അവസ്ഥയിലാക്കിയിട്ടുണ്ട്. എന്നായാലും അവൻ രക്ഷപ്പെട്ടല്ലോ, ജാമ്യം കിട്ടിയല്ലോ എന്നൊരാശ്വാസം ഉണ്ടെന്ന് ബാലേന്ദ്രൻ പറയാണ്. അങ്ങനെ പയ്യെ രോഹിത്താണെങ്കിൽ അങ്ങ് അകത്തേക്ക് കയറി വരികയാണ്. ആരോടും ഒന്നും മിണ്ടുന്നില്ല. നേരെ സ്റ്റെയർ കയറി മുറിയിലേക്ക് അങ്ങ് പോവുകയാണ്. അലീന ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ബബിതയും ഒക്കെ ഉണ്ട്. അപ്പം ബാലേന്ദ്രൻ്റെ അടുത്ത് അലീന ചോദിക്കുന്നുണ്ട്, അച്ഛാ, ആരോടൊന്നും മിണ്ടിയില്ലയോ, എന്താ സംസാരിച്ചില്ലേ, അച്ഛൻ എന്തോ ചോദിച്ച് അച്ഛനോട് എന്തോ പറഞ്ഞവനെന്ന് ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ പറയാണ്, അവൻ അവിടെ നിന്ന് ഇറങ്ങിയ അന്നേരം തൊട്ടേ ആരോടും ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാതെ വന്ന് കാറിൽ കയറി. അതുപോലെ
ഇവിടെ വന്നിറങ്ങി നേരെ മുറിയിലോട്ട് പോയി. ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല. ബബിതയോട് പോലും ഒന്നും പറഞ്ഞില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, അത് ഇത്രയും ദിവസം ജയിലിൽ കിടന്നതിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ മാറുവെച്ച വിഷമിക്കണ്ട എന്ന് പറയുകയാണ് അലീന. ഇത്രയൊക്കെ ആയില്ലേ, ഇനി ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ മാറും എന്ന് പറയാണ്. ഈ സമയത്ത് വൈജയെ വിളിച്ച് ബബിത കാര്യം പറയുന്നുണ്ട്. അമ്മേ, രോഹിയേട്ടൻ വന്നിട്ടുണ്ട്, രോഹിയേട്ടൻ ഇപ്പോൾ വീട്ടിലുണ്ടെന്ന് പറയാണ്. ആരൊക്കെ പോയി വിളിക്കാനെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാനും അച്ഛൻ്റെ കൂടെ പോയി. ഞാൻ രാവിലെ തന്നെ അമ്മ പറഞ്ഞതുപോലെ ഒരുങ്ങി അങ്ങ് പോവാനായിട്ട് റെഡിയായി നിന്ന്, അതുകൊണ്ട് ഞാനും അച്ഛനും കൂടെ പോയത്. അലീന വരണമെന്ന് പറഞ്ഞിട്ട് അവളൊന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. നീ എന്തായാലും രോഹിക്ക് ഫോണൊന്നും കൊടുക്കാൻ പറയാണ്. ലോഹി മോനോടൊന്ന് സംസാരിക്കണം എന്ന് വൈജ പറയാണ്. അങ്ങനെ ബബിത പറയാണ്, നിൽക്കമ്മേ, ഞാൻ ഏട്ടനെ ഒന്ന് വിളിച്ച് പറയട്ടെ, മുറിയില്ല എന്ന് പറയാണ്. അങ്ങനെ ചെന്ന് ഡോറിൽ തട്ടുമ്പോഴത്തേക്ക് രോഹിത് ഡോറ് വന്നിട്ട് ചോദിക്കണം, എന്താ തട്ടുന്നതെന്ന് ചോദിക്കുകയാണ്. അത് അമ്മയ്ക്ക് രോഹിയേട്ടനോട് സംസാരിക്കണമെന്ന്. അപ്പോഴത്തേക്ക് രോഹിത്തിന് ഭയങ്കര ദേഷ്യം വന്നിട്ട്. രോഹിത്താണെങ്കിൽ ഉറക്കെ പറയാണ്, എനിക്ക് ആരോടും സംസാരിക്കണ്ട, എനിക്ക് ആരെയും വിളിക്കുകയും വേണ്ട, എന്നെ ഇങ്ങോട്ട് ആരും ശല്യപ്പെടുത്തുകയും ചെയ്യല്ലേ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. ഇതാണെങ്കിൽ ഫോണിൽ കൂടെ വൈജ കേൾക്കുന്നുണ്ട്. വൈജയ്ക്ക് ആകെപ്പാടെ സങ്കടമാവുന്നുണ്ട്. എനിക്ക് ആരെയും സംസാരിക്കണ്ട, ഫോണും കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരികയേ വേണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് ഡോറ് പിടിച്ചടക്കുകയാണ്. അപ്പോഴത്തേക്ക് വൈജ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പം വൈജയുടെ അടുത്താണെങ്കിൽ ബബിത പറയാണ്, രോഹിയേട്ടൻ ഇപ്പം നല്ല മൂഡിലല്ലെന്ന് തോന്നുന്നമ്മേ, ഇപ്പോൾ ഫോൺ വേണ്ടെന്നാണ് പറഞ്ഞതെന്ന്. അത് കുഴപ്പമില്ല മോളെ, ഞാൻ പിന്നെ വിളിച്ചോളാം എന്നും പറഞ്ഞ് വൈജ ഫോൺ വെക്കുവാണ്. വൈജ എന്നെങ്കിലും രോഹിയുടെ വർത്തമാനമൊക്കെ കേട്ട് ആകെപ്പാട് വിഷമമാവുന്നുണ്ട്. ബബിതയ്ക്ക് അതേപോലെ വിഷമമാവുന്നുണ്ട്. അങ്ങനെ ബബിത മുറിയിലേക്ക് പോവുകയാണ്. അതിനുശേഷം രോഹിത്ത് ആകെപ്പാട് ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അലീനയാണെങ്കിൽ ഫുഡൊക്കെ ആയിട്ട് വരുന്നത്. അലീന വരുന്നത് താഴെ മോളിൽ നിന്ന് ബബിത കാണുന്നുണ്ട്, താഴെ നിന്ന് കയറി വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ബബിത ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ്, രോഹിയേട്ടൻ്റെ ഫുഡുമായിട്ട് വരികയാണ്, ഇപ്പം ഇപ്പം കിട്ടും, എനിക്ക് കിട്ടിയതിൻ്റെ ബാക്കി ഇപ്പം നിനക്ക് കിട്ടുക, അതും കൂടെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ അലീന നേരെ വന്ന് ഡോറിൽ തൊട്ടുകയാണ്. രോഹിത്തെ ഒന്ന് കഥവ് തുറക്കാവോ എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഭയങ്കര ദേഷിച്ച് വന്ന് രോഹിത്ത് ഡോറ് വന്നിട്ട് പറയുകയാണ്, ഇത് എന്തൊരു ശല്യമാണ്, ഇതിനൊക്കെ സമാധാനം ഉണ്ടായിരുന്നു ജയിലിലെന്നും പറഞ്ഞ് ഡോറ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അലീന ഒന്നും മിണ്ടുന്നില്ല. അലീന ഇങ്ങനെ നോക്കുകയാണ്. അപ്പം അലീന പറയാണ്, ഫുഡ് കൊണ്ടുവന്നത് ഞാൻ ഇവിടെ വെച്ചേക്കാം, എപ്പോഴാന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചാൽ മതിയെന്ന് പറയുകയാണ് അലീന. അപ്പോൾ രോഹിത്ത് ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ മുറിയിലേക്ക് കയറിയിട്ട് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഫുഡ് വെക്കുകയാണ്. അപ്പോഴും രോഹിത്ത് ഒന്നും മിണ്ടുന്നില്ല. രോഹിത്തിന് ആകെപ്പാടെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഫുഡ് വെച്ചിട്ട് നേരെ മുറിയിൽ നിന്ന് ഇറങ്ങിയാണ് അലീന. അങ്ങനെ ഡോറിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും രോഹിത്താണെങ്കിൽ ആകെപ്പാടെ ദേഷ്യം പിടിച്ച് നേരെ ചെന്ന് ആ ചോറും പാത്രവും എല്ലാം അങ്ങ് തട്ടിക്കളയാണ്. ഇതൊക്കെ നമ്മുടെ ബബിത ആ ഡോറിൻ്റെ അടുത്ത് നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ബബിതയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. കയറി ചെന്നപ്പോഴേ വഴക്കം കേട്ടോണ്ടല്ലേ അലീന ചെന്നത്. അതൊക്കെ കേട്ടപ്പം തന്നെ ബബിതയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. ചോറും പാത്രവും എല്ലാം തട്ടിക്കേൾക്കുന്ന സൗണ്ട് കേട്ടോണ്ട് ബബിത ശ്രദ്ധിക്കുകയാണ്. എല്ലാം വലിച്ചു വാരി എറിയുകയാണ് ദേഷ്യത്തോടെ രോഹിത്ത്. എനിക്ക് ആഹാരവും വേണ്ട, ഒന്നും വേണ്ട, ആരും എന്നെ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയെന്നും പറഞ്ഞിട്ട് എല്ലാം തട്ടിത്തെറിപ്പിക്കുകയാണ്. അലീനയാണെങ്കിൽ ഈ സൗണ്ട് കേട്ട് ആകപ്പാടെ ഞെട്ടിത്തിരിച്ച് ഇങ്ങനെ രോഹിത്തിനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. രോഹിത്താണെങ്കിൽ എല്ലാം നശിപ്പിക്കുകയാണ്. എനിക്ക് ആരും എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയോ സംസാരിക്കാനോ ആരും ആഹാരം കൊണ്ടുവരികയോ ഒന്നും വേണ്ട, എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതിയെന്നും പറഞ്ഞ് ദേഷിച്ച് എല്ലാം തട്ടിക്കളയുകയാണ് രോഹിത്ത്.